തിരുവനന്തപുരം സീറ്റിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് തന്നെ മത്സരിക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നു. ആന്റണി രാജു കഴിഞ്ഞുള്ള പാർട്ടി നേതാക്കളായ ഡോക്ടർ കെ.സി. ജോസഫും പി.സി. ജോസഫും മത്സരിക്കില്ല. ലത്തീൻ സമുദായ അംഗത്തെ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് നേതൃത്വം പറയുന്നത്. 2 പേരുകൾ ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് വിവരം. റഹീസ്, എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? സീറ്റ് ജനാധിപത്യ കേരള കോൺഗ്രസിന് തന്നെയാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ അവരുടെ പാർട്ടിയുടെ നേതാക്കളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. ആന്റണി രാജു അല്ലാതെ ജനാധിപത്യ കേരള കോൺഗ്രസിന് 2 പ്രധാനപ്പെട്ട നേതാക്കളാണുള്ളത്. മുൻ കുട്ടനാട് MLA ആയ ഡോക്ടർ കെ.സി. ജോസഫ്, പൂഞ്ഞാറിൽ മുമ്പ് മത്സരിച്ചിട്ടുള്ള പി.സി. ജോസഫ്. ഈ 2 ആളുകളാണ് പ്രധാനമായും ആ പാർട്ടിക്കുള്ളത്. പക്ഷേ ആ 2 ആളുകളും അല്ല തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി എന്ന് അവർ ആ പാർട്ടി നേതൃത്വം അറിയിക്കുന്നുണ്ട്. പകരം തിരുവനന്തപുരത്തുകാരനായ ലത്തീൻ സമുദായ അംഗമായ ആളെ തന്നെ സ്ഥാനാർത്ഥിയായി നിർത്തും എന്നാണ് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അതിൽ പേര് വിവരം ഇപ്പോൾ പുറത്തേക്ക് പറയാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം 2 ആളുകളുമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ഒരു വ്യക്തത വരൂ. വ്യക്തത വന്നിട്ട് മാധ്യമങ്ങളെ അറിയിക്കാമെന്ന് പറയുന്നു. അതായത് ജനാധിപത്യ കേരള കോൺഗ്രസ് തന്നെ മത്സരിക്കും. സ്ഥാനാർത്ഥി 1-2 ആളുകളെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. CPM നേതാക്കളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവസാന ചർച്ചയിൽ ഉണ്ടായിരിക്കുന്ന ധാരണ വിജയ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ ജനാധിപത്യ കേരള കോൺഗ്രസ് കൊണ്ടുവരികയാണെങ്കിൽ സീറ്റ് അവർക്ക് നൽകാം എന്ന് തന്നെയാണെന്നാണ് CPM നേതാക്കൾ പറയുന്നത്. ഇനി അതല്ല, അവരാവശ്യപ്പെട്ടാൽ പാർട്ടി ഏറ്റെടുത്ത് മത്സരിക്കാൻ തയ്യാറാണ് എന്ന് നേതാക്കൾ പറയുന്നുമുണ്ട്. ശ്രുതി, അതായത് 2 പേരുകൾ, ആ പേരുകൾ ഏതൊക്കെയാണെന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ അത് വിജയ സാധ്യതയുള്ള ഉണ്ടെങ്കിൽ മാത്രമേ മത്സരിപ്പിക്കാൻ സാധ്യതയുള്ളൂ, അല്ലെ? അങ്ങനെയാണ്. 2 പേരുകൾ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്തെ വഞ്ചിയൂർ കോടതിയിലെ ഒരു അഭിഭാഷകനെ മുമ്പ് ഇവർ സമീപിച്ചിരുന്നു. പക്ഷേ അതിനുശേഷമാണ് കോടതിയിൽ നിന്ന് ആന്റണി രാജുവിന് അനുകൂലമായ വിധി വരും എന്ന സൂചനകൾ ലഭിച്ചത്. അതിനുശേഷം ആ ചർച്ചകൾ മുന്നോട്ട് പോയിട്ടില്ല. അതിൽ ലത്തീൻ സമുദായാംഗമായ ഒരു അഭിഭാഷകനായിരുന്നു. അവരെയാണോ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ജനാധിപത്യ കേരള കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അതേപടി CPM അംഗീകരിക്കില്ല. പകരം ആ കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥിക്ക് എത്രത്തോളം വിജയ സാധ്യതയുണ്ട് എന്ന് പാർട്ടി പരിശോധിക്കും. അതിനുശേഷം മാത്രമായിരിക്കും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. ജനാധിപത്യ കേരള കോൺഗ്രസ് കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യതയില്ലെങ്കിൽ പാർട്ടിക്ക് തന്നെ, അതായത് CPIM-ന് തന്നെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തി മത്സരിപ്പിക്കാം എന്ന് ആന്റണി രാജു CPM നേതാക്കളെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അക്കൗണ്ട് ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെത് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഈ കേസിന്റെ വിധികളൊക്കെ കഴിഞ്ഞ് അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ആന്റണി രാജുവിന് മത്സരിക്കാം പറ്റിയെങ്കിൽ എന്നൊരു ലക്ഷ്യം വെച്ചിട്ടാണ് അത്തരമൊരു ബ്ലാങ്ക് ചെക്ക് CPM-ന് മുമ്പിൽ ആന്റണി രാജുവും ജനാധിപത്യ കേരള കോൺഗ്രസും വെച്ചിരിക്കുന്നത്. റഹീസ്, തുടരുക. അനിൽ ഇമ്മാനുവലിലേക്ക് വീണ്ടും പോവുകയാണ്. അനിൽ, 90-ൽ നടന്ന സംഭവമാണിത്. ഈ കേസിന്റെ ഉള്ളറകളെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ആളാണ് അനിൽ ഇമ്മാനുവൽ. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉള്ളറകൾ തേടിയിട്ടുള്ള ആളാണ്. ഇതിന്റെ ഒരു നാൾ വഴികൾ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പരിശോധിക്കാമെന്ന് തോന്നുന്നു. തൊണ്ടിമുതൽ കേസിൽ ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായ വാർത്ത വരുന്നത്. തൊണ്ടിമുതൽ തിരിമറി കേസിലാണ് ആന്റണി രാജുവിന് തിരിച്ചടിയായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല എന്നുള്ളതാണ്. അനിൽ ഇമ്മാനുവൽ തുടരുന്നുണ്ട്. അനിൽ, ഞാൻ നേരത്തെ ചോദിച്ചത് ഇതിന്റെ നാൾവഴികളെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന, ഈ കേസിനെ കുറിച്ച് വളരെ ആഴത്തിൽ അറിയുന്ന ആളാണ് അനിൽ ഇമ്മാനുവൽ. ഇതിന്റെ ഒരു നാൾവഴി നമുക്ക് പരിശോധിക്കാം. 30 വർഷത്തിലേറെ പഴക്കമുള്ള കേസാണ് ഇത് എന്നതാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. 1990-ൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിയിലായ ഒരു വിദേശ പൗരൻ, ലഹരിയുമായി പിടിയിലായ ഒരു വിദേശ പൗരൻ, അയാളുടെ വക്കാലത്തെടുത്ത് കേസ് നടത്തിയിരുന്നതാണ് ആന്റണി രാജു. സീനിയർ ആയിരുന്ന സെരിൽ വിൽഫ്രഡ് എന്ന അഭിഭാഷകയും. ഇവർ ഈ പ്രതിയെ രക്ഷിച്ചെടുക്കാനായി അയാളുടെ തൊണ്ടി വസ്തുവായിരുന്ന, അയാൾ ലഹരി വസ്തു സൂക്ഷിച്ചിരുന്ന അടിവസ്ത്രം കോടതിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി വെട്ടിത്തേച്ച് ചെറുതാക്കിയ ശേഷം തിരികെ വെച്ച് കോടതിയെ കബളിപ്പിച്ച് ഈ കേസിൽ നിന്ന് അയാൾക്ക് വിടുതൽ വാങ്ങിക്കൊടുത്തു എന്നുള്ളതാണ് കേസ്. അതിനുശേഷം ഓസ്ട്രേലിയയിലേക്ക് രക്ഷപ്പെട്ട അയാളുടെ കാര്യത്തിൽ പിന്നീട് പല വർഷങ്ങളോളം അന്വേഷണം നടന്ന് ഒരു തവണ പോലീസ് ഈ കേസ് എഴുതിത്തള്ളി, പ്രതികളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളുകയായിരുന്നു. അതേ സമയത്ത് തന്നെ ഓസ്ട്രേലിയയിൽ മറ്റൊരു കൊലക്കേസിൽ പിടിയിലായ ഈ പ്രതി ആൻഡ്രൂ സാൽവദോർ എന്ന് പറഞ്ഞ പ്രതി അവിടെ ജയിലിൽ മറ്റൊരു സഹതടവുകാരനോട് പറഞ്ഞതാണ്, കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കേസിൽ ഉൾപ്പെട്ട താൻ കൈക്കൂലി നൽകി രക്ഷപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞ വിവരം അവിടെ നിന്ന് ഓസ്ട്രേലിയൻ പോലീസ് ഇന്റർപോൾ മുഖേന കേരള പോലീസിൽ
വിവരം അറിയിച്ച് അങ്ങനെ വീണ്ടും തുടങ്ങിയ അന്വേഷണം 2006 കുറ്റപത്രം കൊടുത്ത ശേഷമാണ് ആന്റണി രാജുവും കോടതി ജീവനക്കാരനായിരുന്ന KS ജോസും പ്രതിസ്ഥാനത്ത് വരുന്നത്. പക്ഷേ എന്നിട്ടും 2006 മുതൽ 2014 വരെ തിരുവനന്തപുരം മഞ്ചൂർ കോടതിയിൽ കെട്ടിക്കിടന്ന കേസ് അതിനുശേഷം 2014 മുതൽ 2022 വരെയും നെടുമങ്ങാട് കോടതിയിലും കെട്ടിക്കിടക്കുകയായിരുന്നു. ഇങ്ങനെ 18 വർഷം കോടതികളിൽ തന്നെ കെട്ടിക്കിടന്ന കേസ് പിന്നീട് 2023 രേഖകൾ എനിക്ക് പുറത്തെടുക്കാൻ അവസരം ലഭിച്ചപ്പോഴാണ് പിന്നീട് കോടതികളുടെ ഇടപെടൽ ഉണ്ടാവുകയും നമുക്കറിയുന്നത് പിന്നീട് ഈ വിധിയിലേക്ക് എത്തിച്ചേരുന്നത്. ഏറ്റവും കൂടുതൽ സുപ്രീം കോടതിയിൽ വരെ പോയി കേസ് ക്വാഷ് ചെയ്ത് കേസ് റദ്ദാക്കി കിട്ടാൻ ആന്റണി രാജു 2023 ശ്രമം നടത്തിയെങ്കിലും ഇത് വളരെ ഗുരുതരമായ കേസാണെന്നും അങ്ങനെ ഒഴിവാക്കി വിടാൻ കഴിയുന്നതല്ലെന്നും അടിയന്തരമായി വിചാരണ നേരിടാൻ നിർദ്ദേശിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഓർഡർ ഇട്ടത്. അത് പ്രകാരമാണ് നെടുമങ്ങാട് കോടതി 1 വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി ഈ വർഷം ജനുവരിയിൽ വിധി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പടിക്കലെത്തി നിൽക്കുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 30 വർഷത്തിലേറെ നീണ്ട ആന്റണി രാജു എന്ന പൊതുപ്രവർത്തകന്റെ കരിയറിന് ഒരു നിർണായകമായ ഇടവേളയാണ് ഈ വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. കാരണം 6 വർഷത്തേക്കാണ് ഈ അയോഗ്യത. 6 വർഷത്തേക്ക് അയോഗ്യത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്ന് അദ്ദേഹം ആവശ്യപ്പെട്ട മത്സരിക്കാനുള്ള അനുമതി ലഭിച്ചിട്ടില്ല. ഹൈക്കോടതിയും തള്ളിയിരിക്കുന്നു. ഇനി സുപ്രീം കോടതിയിലേക്ക് അദ്ദേഹം പോയാൽ പോലും അത് നടന്നു കിട്ടുക എന്നുള്ളത് വളരെ ദുഷ്കരമായ കാര്യമാണ്. അങ്ങനെ വന്നാൽ ഈ 6 വർഷം എന്ന് പറയുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ആന്റണി രാജുവിന് മത്സരിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്ര ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കരിയറിൽ വന്നു നിൽക്കുന്നത്.